വചനപ്രഘോഷണത്തിന് ദൈവം നമ്മുടെ മധ്യയിലേക്ക് കൊണ്ട് ജിൻസബദനെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ വർഷങ്ങളായിട്ട് എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്തു. തീർച്ചയായിട്ടും ശുശ്രൂഷയിലേറെ മുന്നേറി ഇപ്പോൾ സ്വന്തമായിട്ട് ധ്യാനം ടീമുമായിട്ട് അനേകം മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ശക്തമായ തരത്തിൽ ജിൻസിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നു. എങ്കിൽ ജിൻസ് ബ്രദറിനെ ഈശോയുടെ പക്കലേക്ക് കൊടുത്തുകൊണ്ട് ഈ മകന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചോയെ അനുഗ്രഹിക്കട്ടെ, 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 അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കയ്യടി എടുത്ത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ജിൻസിനെ സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളെ വീശി പറഞ്ഞേ ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 118:24 വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് ഒരുക്കിയ ദിവസമാണ് നമുക്ക് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. എന്താ പറഞ്ഞേ? കർത്താവ് ഒരുക്കിയ ദിവസമാണ് നമുക്കിന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ. തയ്യാറാണോ? തയ്യാറാണോ? അന്ന് തൊട്ടടുത്തുന്ന വ്യക്തികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞേ, കർത്താവ് ഒരുക്കിയ ദിവസമാണ് നമുക്കൊന്ന് സന്തോഷിച്ചുല്ലസിക്കാമെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ. മോക്കമൊക്കെ വീർപ്പിച്ച് തുടപ്പത്തിലായി പിടിച്ചേക്കുവാണോ? ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഹല്ലേലൂയ. ഈ മരിയൻ ഫ്രൈഡേ ദിനത്തില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ എന്തോ ഒരു ദൈവാനുഗ്രഹമുണ്ട്. അതിനെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞ് ഒരു നിമിഷം നമുക്ക് ഇതുവരെത്തുന്ന അനുഗ്രഹത്തെ ഓർത്തൊന്ന് നന്ദി പറയുക. അതുപോലെ ഈ ശുശ്രൂഷയിലൊക്കെ നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എഫേസസ് 6:13 തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തക്കണ്ണീർ ജപമാലയെ കുറിച്ചുള്ള വിഷയമാണ് എടുക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ കയ്യൊക്കെ വീശണം കേട്ടോ. ഇടയ്ക്ക് ആവേമേരി പറയും. ഒന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ കരങ്ങളൊക്കെ വീശണം കേട്ടോ. ഈ നിമിഷം സൗഖ്യമൊക്കെ തന്നെ ഈശോയും തരും കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ എന്താ പറഞ്ഞേ? എഫേസസ് 6:13 എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേർക്ക് അറിയാതിരിക്കാം, എന്നാൽ കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ആയുധമാണ്, ഈ കാലഘട്ടത്തിന്റെ ഒരു വജ്ര ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തക്കണ്ണീർ ജപമാല. ഹല്ലേലൂയ. ഈ ജപമാലയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് ഇവിടെ ഇന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അച്ഛൻ പരിചയപ്പെടുത്തി, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. എൻ്റെ പേര് ജിൻസ് എന്നാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പേര് പറഞ്ഞു. അതുപോലെ എനിക്ക് ഭാര്യയുണ്ട്, 5 മക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരനുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഞാൻ വിവാഹം കഴിച്ച സമയത്ത് വയലത്തൂർ ഇടവകമായിരുന്നു തൃശ്ശൂർ. ഇപ്പോൾ അവർ മറ്റം ഇടവകയിലാണ് താമസിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഒരു ഭവനം ലഭിച്ച് മറ്റം ഇടവകയിലാണ് വൈഫിൻ്റെ വീട്. അപ്പൻ്റെ പേര് വർഗീസ്, അമ്മയുടെ പേര് റോസി. അവരെ 3 പെൺമക്കളിൽ ഇളയ മകളെയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വേദി നിൽക്കുമ്പോൾ. ഈ ഗാകുൽത്ത വചന കൂടാരത്തിൽ ധ്യാനത്തിന് വന്ന് 2014 വിനേശ്യം വഴി ഒന്നര അനുഗ്രഹം വഴി നടന്ന കല്യാണമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിവിടെ 2013 തൊട്ട് 2020 കോവിഡ് കാലഘട്ടം വരെ സ്ഥിരമായി എല്ലാ മാസത്തിലെയും താമസമുള്ള 2 ധ്യാനങ്ങളിൽ വന്ന് കൗൺസിലിങ്ങും മറ്റു ശുശ്രൂഷകളും ചെയ്ത് കടന്നുപോയൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനു മുമ്പ് പാലക്കാട് സീനായി എന്ന ധ്യാനമന്ദിരത്തിൽ വെച്ച് ബെന്യച്ചൻ ഡയറക്ടറായ സമയത്ത് ഞാൻ അന്ന് അച്ഛൻ അമേരിക്ക ധ്യാനത്തിന് പോയതായിരുന്നു. അച്ഛൻ ഡയറക്ടറാണ് അവിടുത്തെ. അന്നത്തെ താൽക്കാലിക ചാർജുള്ള ഫാദർ ലോട്ടസ് മലയക്കുടി എന്ന് പറഞ്ഞ അച്ഛൻ്റെ നേതൃത്വത്തിൽ 2 ധ്യാനം കൂടി ശുശ്രൂഷയിലേക്ക് എന്നെ അച്ഛൻ കൈപിടിച്ച് ബെന്യച്ചനെ ഏൽപ്പിച്ചു. അങ്ങനെ ബെന്യച്ചനിലൂടെയാണ് 2008 ഈ ശുശ്രൂഷ വേദിയിലേക്ക് കടന്നു വന്നത്. ഇന്ന് 17 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ 17 വർഷമായിട്ട് കർത്താവ് എന്നെ ഉള്ളം കൈ പിടിച്ച് പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോൾ നമുക്ക് ശുശ്രൂഷ ഒന്നും ഇല്ലാതെ വന്ന സമയത്ത്, അതുവരെ ഞാനിവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. പിന്നെ പള്ളിയില്ല, കുർബാനയില്ല, ഒന്നുമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു തന്ന വെളിപ്പെടുത്തലായിരുന്നു പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർമാല ചെല്ലാനായിട്ട്. അങ്ങനെ അമ്മയുടെ രക്തക്കണ്ണീർമാല ചെല്ലാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ശേഷം
കോവിഡ് കഴിഞ്ഞ ശേഷം പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞു, അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാല പ്രചരിപ്പിക്കുന്ന ധ്യാനം ഇനി നടത്താനുള്ള അവസരം തരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് സമയങ്ങളിൽ ഞാനിവിടെ 2023 ഫെബ്രുവരി മാസം ഞാനിവിടെ ബിന്നീസിനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ഒത്തിരി സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ബോധ്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജിൻസെ പുതിയ വഴി കാണിക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് വഴി? എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, ആലപ്പുഴയിലുള്ള പ്രശാന്ത് IMS ധ്യാന മന്ദിരത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ എന്നെ ഒരു നൈറ്റ് വിജിലിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ആ പോകുന്ന വഴിക്ക് അവിടെ എന്തെങ്കിലും ശുശ്രൂഷ കിട്ടുവാണെങ്കിൽ കയറിക്കൊള്ളാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ IMS കണ്ടിട്ടില്ല, അച്ഛനെ എനിക്കറിയില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പോയി. ഇവിടെ കോവിഡ് കഴിഞ്ഞ ആൾക്കാർ തീരെ കുറവായിരുന്നു. അവിടെ ചെന്ന് നൈറ്റ് വിജിലിലും നടത്തി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ വിധവ കൂട്ടായ്മ എടുക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം പ്രശാന്ത് അച്ഛൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ രക്തകണിമാല പ്രചരിപ്പിച്ചുള്ള ഒരു ഡെലിവറൻസ് ധ്യാനം ഇവിടെ IMS തുടങ്ങുക. വേറൊരാളുണ്ട്, നിങ്ങൾ വേറെ ആളെ സഹകരിച്ച് ഈ ഒരു ധ്യാനം നിങ്ങൾ ഏറ്റെടുത്ത് നടത്ത്, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അച്ഛനോട്, അച്ഛാ ഞാൻ ധ്യാനമൊന്നും നടത്തിയിട്ടില്ല, ഒറ്റയ്ക്കൊന്നും നടത്തിയിട്ടില്ല, ഈശോ നിങ്ങളെ സഹായിക്കും, ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അമ്മ നൽകിയ സന്ദേശമായിട്ട് തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2.5 വർഷമായിട്ട് മാസത്തിൽ ഒരു ധ്യാനം വെച്ച് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണീജമാല പ്രചരിപ്പിച്ചുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ധ്യാനം എന്ന് പറയാം. അങ്ങനെ താമസ റിട്രീറ്റിൽ ഇത്രയും ശക്തമായ ക്ലാസ് കൊടുത്ത് ഒരു ധ്യാനം അമ്മ മാതാവ് എല്ലാ മാസവും ആലപ്പുഴ IMS വെച്ച് സ്വർഗീയ അഭിഷേക ധ്യാനം എന്ന പറഞ്ഞ പേരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് പോരാൻ നേരത്ത് 2 ആഴ്ച മുമ്പ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അടുത്ത ആഴ്ച എനിക്ക് 2 ആഴ്ച കഴിയുമ്പം ഗാവുത്തേൽ ഞാൻ ഈ പ്രോഗ്രാമിന് പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ഏറ്റവും സ്നേഹത്തോടെ പിടിച്ച് പ്രാർത്ഥിച്ച് തോളെ തട്ടി സന്തോഷത്തോടെ പറഞ്ഞയച്ചു. ഇന്നലെ വന്ന് ഞാൻ കാൽവരി ആശ്രമത്തിന് സുപ്പീരിയറായ എന്നെ ആദ്യം ധ്യാനം ഞാൻ കൂടിയ സമയത്തുണ്ടായിരുന്ന അച്ഛനെ പരിചയപ്പെട്ട് പറഞ്ഞു. ലോട്ടസ് മലയക്കുടി അച്ഛൻ ഇന്നലെ എന്നെ കരങ്ങൾ വെച്ച് എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു കരിങ്കുന്നത്ത് കൺവെൻഷൻ. പിന്നെ അച്ഛൻ അവിടെയും വെച്ച് എനിക്കും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അച്ഛൻ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അനേകം സ്നേഹമുള്ള വൈദികരുടെ ആ തീക്ഷ്ണമായ പ്രാർത്ഥനയും ബലവുമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളിലും ദൈവം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ബെന്യച്ചനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ്റെ കരങ്ങൾ വഴി, അച്ഛൻ്റെ നാവ് വഴി ഈശോ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, അളവുകളില്ലാത്ത പരിധികളില്ലാത്ത അനുഗ്രഹങ്ങൾ ദൈവം അച്ഛനിലൂടെ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തൊട്ടടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കൗൺസിൽ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലമൊക്കെ. എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇവിടെ നിന്ന് ആയിരിക്കുമ്പോൾ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? നിങ്ങൾ പാട്ടൊക്കെ പാടി മടുത്തോ? ഞാനിവിടെ മാതാവിൻ്റെ ഒരു ഇവിടെ പാട്ട് പാടുന്ന സുനിൽ അലക്സ് എൻ്റെ ഒപ്പം ശുശ്രൂഷ നാളുകളായിട്ട് താമസിച്ച് ഞാനത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ കാര്യങ്ങളെല്ലാം കാണാപ്പാട് അറിയാം. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായൊരു പാട്ടൊക്കെ ആയിരിക്കും പാടുന്നത്. ആശ്വാസ കടനാണ് എൻ്റെ അമ്മ, അഭിഷേകത്തിൻ്റെ കാറ്റാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ പാട്ട് പാടും. ഈ പാട്ട് പാടുമ്പോൾ എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് പാടണം, പറഞ്ഞിട്ടേ പാട്ട് പാടുകയുള്ളൂ. നമ്മൾ ഈ പാട്ടിനോട് ലൈനോട് ചേർന്ന് എല്ലാവരും ചേർന്ന് പാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹമൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ പാട്ടൊക്കെ പാടുമ്പോൾ അനേകം മക്കളിലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്നു. ആശ്വാസത്തിൻ്റെ കാറ്റായി, സ്നേഹത്തിൻ്റെ കാറ്റായി, സൗഖ്യത്തിൻ്റെ കാറ്റായി, വിടുതലിൻ്റെ കാറ്റായി പരിശുദ്ധ അമ്മ ഇറങ്ങി വരും. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇവിടെ അൾത്താരെ റോസാമിസ്റ്റിക്ക മാതാവുണ്ട്. രക്തക്കണ്ണീരൊഴുക്കി റോസാമിസ്റ്റിക്ക മാതാവാ. എല്ലാവരും കണ്ണുകളടയ്ക്കുക. ഇത് അമ്മ കടന്നു വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാതാവിൻ്റെ രൂപം മനസ്സിൽ കാണാൻ ആഗ്രഹിച്ച് കണ്ണടച്ച് ഇഷ്ടപ്പെട്ട ഒരു മാതാവിന്റെ രൂപം കാണാൻ ആഗ്രഹിച്ച്. കടലാണിന്നമ്മ എന്നഭിഷേക കാറ്റാണിന്നമ്മ. ആഗ്രഹിച്ചു അമ്മയെ കാണാൻ ആഗ്രഹിച്ചു. ആ അമ്മയെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വിട്ടു. കടലാണിന്നമ്മ എന്നഭിഷേക കാറ്റാണിന്നമ്മ. എന്മിഴി നിറയുമ്പോ ചാരേ നീ വരണേ. എന്മിഴി നിറയുമ്പോ ചാരേ നീ വരണേ. രക്തക്കണ്ണീരാലിന്മിൽ സാന്ത്വനമേകണമേ. രക്തക്കണ്ണീരാലിന്മിൽ സാന്ത്വനമേകണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞിയായ കന്യാമാതാവേ,
സ്വർഗത്തിൻ്റെ രാജ്ഞിയായ കന്യാമാതാവേ, രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. രക്തക്കണ്ണീരിൽ മാതാവേ, കരങ്ങളടിച്ചുകൊണ്ട് ആടി പാടട്ടെ. ഈശോദൻ രക്തത്താൽ എന്നെ കഴുകണമേ. കാലൊക്കെ ഒന്ന് മാറ്റി ചവിട്ടിക്ക്. വലത്തെ കാലം എടുത്തു ശ്വാസക്കടലാണെന്നമ്മ, ആടി പാടിക്ക് എല്ലാവരും. എന്നഭിഷേക കാറ്റാണെന്നമ്മ, ആശ്വാസക്കടലാണെന്നമ്മ, എന്നഭിഷേക കാറ്റാണെന്നമ്മ. എന്നിഴി നിറയുമ്പോൾ ചാരേ നീ വരണേ, എന്നിഴി നിറയുമ്പോൾ ചാരേ നീ വരണേ. രക്തക്കണ്ണീരാൽ എന്നെ സാന്ത്വനമേകണമേ, രക്തക്കണ്ണീരാൽ എന്നെ സാന്ത്വനമേകണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞിയാ കന്യാമാതാവേ, സ്വർഗത്തിൻ്റെ രാജ്ഞിയാ കന്യാമാതാവേ, രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ കഴുകാൻ ആഗ്രഹിച്ചേ. കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. രക്തക്കണ്ണീരിൽ 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 അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കാലൊക്കെ മാറ്റി മാറ്റി പിടിക്കേ. അമ്മേ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ കഴുകാൻ ആഗ്രഹിക്ക്. കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഓരോ രാജ്യത്തെ രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ആമേൻ ആമേൻ. രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ആമേൻ ആമേൻ. രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. 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 രക്തക്കണ്ണീരിൽ അമ്മേ മാതാവേ, ഈശോദൻ തിരുരക്തത്താൽ എന്നെ കരങ്ങൾ ചൊല്ലിയേ, കരങ്ങൾ ചൊല്ലിയേ. കരങ്ങൾ സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ആവേ മരിയ 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 ആവേ. എല്ലാവരും കരങ്ങൾ ചൊല്ലിയേ. ആവേ ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ആവേ മരിയ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ആവേ മരിയ മരിയ. ഈശോദൻ തിരുരക്തത്താൽ ആവേ മരിയ മരിയ മരിയ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈശോദൻ തിരുരക്തത്താൽ എന്നെ കഴുകണമേ.
എല്ലാവരും ചേർന്ന് കണ്ണു തുറന്നു സൂചേ ആവേ മരിയ അമ്മേ മാതാവേ ഈശോയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ രക്തക്കണ്ണീരിൽ 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 അമ്മേ മാതാവേ ഈശോയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ ആവേ മരിയ 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 ആവേ 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 മരിയ കരങ്ങൾ വീശിക്കൊണ്ട് ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ഇരുകരങ്ങൾ നെഞ്ചോടി ഉയർത്തി വെച്ച് ഇരുകരങ്ങൾ നെഞ്ചോടി ഉയർത്തി വെച്ച് ആ രണ്ടിലെയും ശാന്തമാട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണടച്ച് പരിശുദ്ധ റോസാമിസ്റ്റിക്ക് അമ്മ എന്ന് കണ്ടേ കാണുക ആ അമ്മ ഇതാ നിങ്ങളുടെ ഭവനത്തിലേക്ക് വിട്ടു നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്ക് വേദനകളിലേക്ക് കുറവുകളിലേക്ക് ഇതാ അമ്മ നിറവായി കടന്നു വരുന്നു ഇതാ കാനായിലെ കല്യാണത്തിലെ കുറവ് കണ്ടത് പരിശുദ്ധ അമ്മ ഇതാ നിറവായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചു വിളിച്ചു ആശ്വാസക്കടലാണെന്നമ്മ എന്നഭിഷേക കാറ്റാണെന്നമ്മ എൻ മിഴി നിറയുമ്പോ ചാരേ നീ വരണേ രക്തക്കണ്ണീരാലിൽ സാന്ത്വനമേകണമേ രക്തക്കണ്ണീരാലിൽ സാന്ത്വനമേകണമേ സ്വർഗത്തിൻ്റെ രാജ്ഞിയാ കന്യാമാതാവേ സ്വർഗത്തിൻ്റെ രാജ്ഞിയാ രക്തക്കണ്ണീരാലിൽ സാന്ത്വനമേകണമേ രക്തക്കണ്ണീരാലിൽ സാന്ത്വനമേകണമേ സ്വർഗത്തിൻ്റെ രാജ്ഞിയാ കന്യാമാതാവേ സ്വർഗത്തിൻ്റെ രാജ്ഞിയാ ആശ്വാസക്കടലാണെന്നമ്മ ആശ്വാസക്കടലാണെന്നമ്മ എന്നഭിഷേക കാറ്റാണെന്നമ്മ എന്നഭിഷേക കാറ്റാണെന്നമ്മ എൻ മിഴി നിറയുമ്പോ ചാരേ നീ വരണേ എൻ മിഴി നിറയുമ്പോ ചാരേ നീ വരണേ
രക്തക്കണ്ണീരാലെന്നിൽ സാന്ത്വനമേകണമേ. സാന്ത്വനമേകണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞിയാ കന്യാമാതാവേ, സ്വർഗത്തിൻ്റെ രാജ്ഞിയാം കന്യാമാതാവേ. യേശുവേ നന്ദി, യേശു സ്തുതി. ഈ പാട്ട് പാടിയപ്പോൾ തന്നെ അനേകം മക്കളുടെ ജീവിതത്തിലേക്ക് ഇതാ പരിശുദ്ധ അമ്മ ആശ്വാസൻ്റെ കാറ്റായി കടന്നു വരുന്നുണ്ടെന്നും ഈ സമൂഹത്തിലുള്ള പല മക്കളെയും സ്പർശിച്ചു കഴിഞ്ഞു. ഇരു കരങ്ങളിലേക്ക്, ചിലരുടെ കരങ്ങളിലേക്ക് വലിയ വൈബ്രേഷൻ വരുന്ന അനുഭവം പരിശുദ്ധ അമ്മ തരുന്നുണ്ടായിരുന്നു. പല ഭവനങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നതായിട്ട് കാണിച്ചു തന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിൽ പോലും പരിശുദ്ധമ്മ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. നന്ദി നന്ദി നന്ദി. ഇത് സ്വീകാര്യമായ സമയമാണ്. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് ഒരുക്കി തന്ന ദിവസമാണ്. നമുക്ക് സന്തോഷത്തിൽ ഉല്ലസിക്കാം. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിരിക്കാം. ഇടയ്ക്ക് ഹല്ലേലൂയ പറയുമ്പോൾ കൈവീശിക്കോളാം, ഇടയ്ക്ക് ആവേ മരി പറയുമ്പോൾ കൈവീശിക്കോളാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇറന്ന് ഉറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ രക്തകണീയ ജപമാലയുടെ ആരംഭത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. 1929 30 യേശുനാഥനും പരിശുദ്ധ അമ്മയും ബ്രസീലിലെ കാമ്പനാസ് സ്ഥലവാസിയായ സിസ്റ്റർ അമാലിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത അതിശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണീയ ജപമാല. ആർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞേ? അമാലിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഇതെവിടെ വെളിപ്പെടുത്തി കൊടുത്തത്? ബ്രസീലിലാണ് കേട്ടോ. ഈശോയും മാതാവും ചേർന്ന് വെളിപ്പെടുത്തി കൊടുത്ത അതിശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണീയ ജപമാല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം ഒന്ന് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞേ ആവേ മരിയ. ഈ സ്വരം ഒന്ന് പോരാട്ടോ. ഗാഗുരുത്താല് ഭിന്നച്ചന്റെ കൂടെ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നപ്പോൾ ഈ സ്വരം ഒന്നും പോരാട്ടോ. ഈ സ്വരം ഒന്നും പോരാ. നല്ല സ്വരത്തിൽ വേണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ആവേ മരിയ. ഈ ദേശം മുഴുവൻ കുലുങ്ങട്ടെ. ആവേ മരിയ. ഈ സ്വരം വേണം കേട്ടോ. ഹല്ലേലൂയ. 1929 നവംബർ 8 ഈശോ അമാലിയോട് ഇങ്ങനെ പറഞ്ഞു, ആരെല്ലാം എന്തെല്ലാം എൻ്റെ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാലയുടെ മധ്യത്തിൽ ചോദിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം ഈശോ എങ്ങനെ സാധിച്ചു തരും? വളരെ സന്തോഷത്തോടെ സാധിച്ചു തരുമെന്നാണ് അമാലിയോട് ഈശോ പറഞ്ഞത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത് ചെല്ലാനായിട്ട് ഏറ്റവും കൂടുതലുണ്ടായ ഒരു ആവേശം ഇതായിരുന്നു. ഈ ഒരു പോയിന്റ് കേട്ടോ. ഒന്ന് പഠിച്ചു പോകണം. ആരെല്ലാം എന്തെല്ലാം എൻ്റെ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാലയും മധ്യസ്ഥ ചോദിക്കുന്നുവോ അത് ഈശോ എങ്ങനെ സാധിച്ചു തരും എന്ന് പറഞ്ഞേ? വളരെ സന്തോഷത്തോടെ സാധിച്ചു തരും കേട്ടോ. ചുമ്മാതെയല്ല, വളരെ സന്തോഷത്തോടെ സാധിച്ചു തരുമെന്ന്. നമ്മളെ ഒത്തിരി ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിയമങ്ങളൊക്കെ ആയിട്ടല്ലേ കടന്നു വരുന്നത്, അല്ലേ? അങ്ങനെയൊന്നും അല്ലേ? അതെ. അപ്പൊ എന്നാ സന്തോഷത്തോടെ സാധിച്ചു തരുമെങ്കിൽ നമുക്കിത് ചൊല്ലിക്കൂടെ? ചെല്ലണ്ടേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക. കത്തോലിക്കരായ വ്യക്തികൾ, പ്രത്യേകിച്ച് കുമ്പസാരം എന്ന കൂദാശയുള്ള എല്ലാ മക്കളും ഒരു പൂർണ്ണ കുമ്പസാരം നടത്തിയിട്ട് വേണം നമ്മൾ എന്തെല്ലാം ചോദിക്കാൻ എന്ന് പറഞ്ഞേ. എന്തെല്ലാം ചോദിക്കാൻ? നമ്മളൊക്കെ ചോദിക്കാൻ മിടുക്കരാ. നമ്മുടെ കയ്യിലുള്ളത് പലതും കൊടുക്കാൻ മടിയുള്ളവരായിരിക്കാം. ഹല്ലേലൂയ. കാരണം മാരകമായ പാപാവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ രക്തകണീയ ജപമാല ചെല്ലാൻ നമുക്ക് പറ്റത്തില്ല. ഈ രക്തകണീയ ജപമാലയിൽ ഒന്ന് പിടിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊടാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കുമ്പസാരം എന്ന കൂദാശ ഇല്ലാത്തവർക്ക് ചെല്ലാൻ പറ്റുമോ? കൂദാശ ഇല്ലാത്തവരെന്താണ്? ഈശോയുടെ നേരിട്ട് അനുദപിച്ച് പ്രാർത്ഥിച്ച ശേഷം ചെല്ലാവുന്നതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ പറയുന്ന നേരത്ത് ചിലപ്പോൾ അപ്പം തന്നെ വൈദ്യനെ കിട്ടി കുമ്പസാരിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അവർ ഏറ്റവും അടുത്ത ദിവസം വൈദ്യനെ കിട്ടുമ്പോൾ കുമ്പസാരിക്കണം. അതുവരെ അനുദപിച്ച് പ്രാർത്ഥിച്ച ശേഷം അവർക്കും രക്തകണീയ ജപമാല ചെല്ലാവുന്നതാണ്. ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിക്കും ചെല്ലാവുന്നതാണ്. പക്ഷെ കത്തോലിക്കർക്ക് കുമ്പസാരം എന്ന കൂദാശയുണ്ട്. ആ കൂദാശ കൃത്യമായി പരികർമ്മം ചെയ്ത ശേഷം വേണം നമുക്ക് ഒഴുക്കോട് കൂടി ഈ രക്തകണീയ ജപമാല ചെല്ലാൻ സാധിക്കുള്ളൂ. നമ്മൾ വെച്ചു കൊടുക്കുന്ന നിയോഗം അമ്മ ശക്തമായി ഈശോയുടെ സന്നിധിയിലേക്ക് അത് സമർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. 1930 മാർച്ച് 8 പരിശുദ്ധ അമ്മ അമാലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പുതിയ ജപമാലയായിട്ട് അമാലിയ എടുത്ത് കടന്നു വന്നു. ആ ജപമാലയാണ് ഇതാ രക്തകണീയ ജപമാല. ഇതിന് പ്രത്യേകതയുണ്ട്. 7 രഹസ്യങ്ങൾ വീതം 7 മുത്തുകൾ വീതം ഇട്ട് കെട്ടിയതാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണീയ ജപമാല. ഇത്
മിറാക്കിൾസ് മെഡൽ വരെയൊക്കെ അന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തുള്ളൂ. നേരത്തെ മാതാവ് വെളിപ്പെടുത്തി കൊടുത്തതിന്. ഇപ്പം ഞാൻ മാതാവ് കോവിഡ് കാലഘട്ടത്തിൽ വെളിപ്പെടുത്തി എന്നോട് പറഞ്ഞു ഈ 3 മുത്തക്കെട്ട് കെട്ടിയാൽ മതി എന്ന്. ചിലർ ചോദിക്കും രക്തകണി ജമാലയിൽ ഈ 3 മുത്തയിലൊന്നും ചെല്ലാനില്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നോട് പറഞ്ഞു ത്രിത്വം ഇല്ലാത്ത ജപമാല വേണ്ട, അതുപോലെ എൻ്റെ മകനും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബെനഡിക്റ്റൻ ക്രോസിന്റെ കുരിശൊക്കെ ഇട്ട് പരിശുദ്ധ നമ്മുടെ രക്തകണി ജപമാല നമ്മൾ കെട്ടി കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ വജ്ര ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണി ജപമാല. ഹല്ലേലൂയ. ഇത് ഈശോയും മാതാവും ചേർന്ന് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന എന്ന് പറയാനുള്ള കാരണം 1929 ഈ പ്രാർത്ഥന അമാലിക്ക് പറഞ്ഞു കൊടുത്തത് ഈശോയാണ്. എന്നാൽ ഈ ജപമാല വെളിപ്പെടുത്തി കൊടുത്തത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അതാണ് ഈശോയും മാതാവും ചേർന്ന് വെളിപ്പെടുത്തി കൊടുത്ത അതിശക്തമായ പ്രാർത്ഥനയാണ്. എന്താണ് എന്ന് പറഞ്ഞേ? മാതാവിന്റെ രക്തകണ്ണി ജപമാല. പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ രക്തകണ്ണി ജപമാല എന്ന് നിങ്ങൾ വാ തുറന്ന് പറഞ്ഞാൽ പിശാച് സെക്കൻഡ് വിട്ടുപോകും. ഒരാൾ ഒരു കസേര ഇരുന്ന് പറഞ്ഞാൽ അടുത്ത കസേര ഇങ്ങനെ പിശാച് വരെ വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയണമെങ്കിൽ ചിലരുടെ നാവ് പോലും പൊങ്ങിയല്ല. സാത്താൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ നാവ് ഇതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ ചിലരുടെ ചെവിയിൽ ഇത് പറയുമ്പോൾ എക്കോ അടിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അവർ ആ കെട്ടിക്കിടക്കുക, അവർക്കതൊന്നും പിടി കിട്ടത്തില്ല. ഹല്ലേലൂയ. ഈ പിടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ലൈവും യൂട്യൂബിലും ഫേസ്ബുക്കിലും അനേകം ചാനലുകൾ പോകുന്ന നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് വീണ്ടും കേൾക്കാവുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു പ്രാവശ്യം ഒന്നും കേട്ടോണ്ട് എല്ലാ കാര്യമൊന്നും പിടിയും കിട്ടത്തില്ല. കഠിനമായ വിഷയമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അപ്പൊ ജപമാല വെളിപ്പെടുത്തി കൊടുത്തത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജപമാല വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ ജപമാലയിലൂടെ സാത്താനും നാരകീയ ശക്തികളും തകർക്കപ്പെടും. ഈ യുദ്ധത്തിനായി നീ നിന്നെ തന്നെ ഒരുക്കുക. കണ്ടോ, അമാലയുടെ എന്താ പറഞ്ഞേ? ഈ ജപമാലയുടെ എന്താണ്? സാത്താനും നാരകീയ ശക്തികളും തകർക്കപ്പെടും. ഈ യുദ്ധത്തിനായി നീ നിന്നെ തന്നെ ഒരുക്കുക. ഞാനെന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ യുദ്ധത്തിന് തയ്യാറാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലേ? യുദ്ധത്തിന് തയ്യാറാണോ? അല്ലെങ്കിൽ മറ്റവൻ സാത്താൻ നമ്മളെ യുദ്ധം ചെയ്ത് ജയിക്കും, നമ്മൾ പരാജയപ്പെട്ട് കിടക്കും. അപ്പം നമ്മൾ ഇവർ യുദ്ധക്കളത്തിലാണ് തിരിച്ചറിയുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അതുപോലെ ഹൈടെക് ആയിട്ടാണ് സാത്താൻ ഓരോ വ്യക്തികളിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെതിരെ നമ്മൾ ശക്തമായി പോരാടിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ യുദ്ധത്തിന് തയ്യാറാണ്. നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ നമ്മുടെ രക്തകണിമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സാത്താൻ പ്രകടമായ അടയാളങ്ങൾ കാണിച്ച ആ വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അനേകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് രക്തകണിമാല ചെല്ലുമ്പോൾ സഹനം, അതുകൊണ്ട് ചെല്ലുന്നില്ല എന്ന്. ഹല്ലേലൂയ. സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സഹനങ്ങൾ എന്ന് പറയാൻ പറ്റിയില്ല. അതറിയോ? മാതാവിന്റെ രക്തകണിമാല ചെല്ലുമ്പോൾ പിശാച് അടയാളങ്ങൾ കാണിച്ചേ വിട്ടുപോകുള്ളൂ. ഹല്ലേലൂയ. ഉദാഹരണം, ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഭർത്താവ് ഒച്ചപ്പാടം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ പിടിവിട്ടു പോകും. അങ്ങനെ പാടില്ല. നമ്മൾ ക്ഷമയോടെ ഭർത്താവിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിലുള്ള തിന്മ ചിലപ്പം സംസാരിക്കുന്നതായിരിക്കാം. നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ ശാന്തമാകണം. കാരണം പിശാച് അടയാളങ്ങൾ കാണിച്ചേ വിട്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ദൈവാനുഭവങ്ങൾ എനിക്ക് ഈ രക്തകണിമാല ചെല്ലിയ ശേഷവും ഈ ശുശ്രൂഷ ചെയ്ത ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ജപമാല കാണിക്കുമ്പോൾ തന്നെ പൈശാചി ശക്തിയുള്ള വ്യക്തികൾ ഹോളിൽ നിന്നും കറങ്ങി കോപി നമ്മുടെ ഓരോ ധ്യാനത്തിലും ഇളകി വരാറുണ്ട്. ഹല്ലേലൂയ. കാണിച്ചാൽ മതി, അതുപോലെ തിന്മയുടെ ശക്തികൾ ഇളകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അപ്പൊ യുദ്ധത്തിനായി നമ്മൾ തന്നെ ഒന്ന് ഒരുക്കുക. ഹല്ലേലൂയ, യേശുവേ സ്തുതി. 1932 മാർച്ച് 8 അന്നത്തെ ബ്രസീലിയൻ ബിഷപ്പായ ഫ്രാൻസിസ്കോ ഡി കാംബോസ് ബെറാറ്റോ എന്ന ബിഷപ്പ് ഈ പ്രാർത്ഥനയ്ക്ക് അംഗീകാരം നൽകുകയും സഭയിൽ ഉടനീളം ചെല്ലാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലൊക്കെ ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളൂ കൈവയ്ക്ക്. കുറേ പേര് കാണാത്തവരുണ്ട്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ ഉണ്ട്. ഗാവുരത്തിലൊക്കെ രക്തകണിമാലയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഉണ്ടെന്ന് നോക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായിരിക്കാം ഈ ജപമാല അമാലിക്ക് ഈശോയും മാതാവും ചേർന്ന് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള പശ്ചാത്തലം എന്തായിരിക്കാം? എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടായില്ലേ? ഇപ്പൊ തന്നെ വർഗമാണോ? ഒന്ന് പറഞ്ഞേ. ആവേ മരിയ, ആവേ മരിയ. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുന്ന ക്ലാസ് ആട്ടോ. ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പെടുത്തി കൊടുക്കാനുള്ള പശ്ചാത്തലം പറയാം. ഒരു കുടുംബനാഥൻ ആ കുടുംബനാഥ മാരകമായ രോഗം ബാധിച്ച് ആ കുടുംബം വലിയ ദാരിദ്ര്യ അവസ്ഥയെപ്പറ്റി സിസ്റ്ററായ അമാലിയുടെ അടുക്കൽ ചെന്ന് ആ കുടുംബനാഥൻ പറഞ്ഞപ്പോൾ അമാലിയുടെ ഹൃദയം പൊട്ടിപ്പോണ വേദന അമാലിക്ക് തോന്നിയെന്ന് പറഞ്ഞേ. അപ്പൊ അമാലിയ ആ സഹോദരൻ പറഞ്ഞു കേട്ടിട്ട് ദിവികാന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു. എന്റെ ജീവൻ കൊടുത്താണെങ്കിലും ആ കുടുംബനാഥിയെ രക്ഷിക്കണം, ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അമാലിയുടെ ഉള്ളിലേക്ക് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ അമ്മയുടെ രക്തക്കണ്ണീനെ പ്രതി നീ പ്രാർത്ഥിക്കുക. കേട്ടോ, പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീനെ പ്രതി പ്രാർത്ഥിക്കുക. ഇവിടെ ഇത് പറഞ്ഞു കൊടുത്ത ആരാ?
ഈശോയാണ് പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ട, ഇത് വിശുദ്ധരോ മാലാഖമാരൊന്നുമല്ല പറഞ്ഞു കൊടുത്തത്, ഇത് ഈശോ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. ഇന്ന് നിങ്ങളോട് പറയാ, ഈശോ പറഞ്ഞു തന്ന പ്രാർത്ഥനയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഈ പ്രാർത്ഥന ആരെല്ലാം എന്തെല്ലാം വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ഒരുക്കത്തോടെ കുമ്പസാരിച്ച് ഒരുങ്ങി ചെല്ലുന്നുണ്ടോ അവരുടെ നിയോഗത്തിന്മേൽ ദൈവം അത്ഭുതകരമായി കരം വയ്ക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കരഞ്ഞു വിളിക്കുക, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിന് വേണ്ടി, ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി അമാലിയ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുന്നോട്ട് പോയി പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാലയായിട്ട് വന്ന് പറഞ്ഞു, ഈ ജപമാലയിലൂടെ നീ സാത്താനും നാരീശത്തിന് തകർക്കപ്പെടും, ഈ ജപമാല ഉപയോഗിച്ച് ചെല്ലിക്കൊള്ളാൻ പറഞ്ഞു. എങ്ങനെയാ ഇതിനകത്ത് പറയുന്നത്? ഇതാ, സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീനെ കുറിച്ച് ഞങ്ങളുടെ യാചന കേൾക്കണമെന്ന്. കേട്ടോ, ആരെ യോഗ്യതരാ? പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീനെ പ്രതി ഈശോയോട് പറയുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീ ജപമാല. ഈ പ്രാർത്ഥന ആദ്യം വിളിക്കുന്നത് ആരെയാ? ഈശോയെ വിളിക്കുന്നത്. കണ്ടോ, സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീനെ കുറിച്ച് എന്റെ യാചന കേൾക്കണമേ. കേട്ടോ, അമ്മയുടെ രക്തക്കണ്ണീനെ പ്രതി ഈശോയോട് യാചിക്കുന്ന കാര്യങ്ങൾ ഈശോ ഉപേക്ഷിക്കുവോ? ഇല്ലെന്നാണ് ഈശോ പറഞ്ഞത്. എൻ്റെ അമ്മയുടെ രക്തക്കണ്ണീനെ പ്രതി പ്രാർത്ഥിക്കുക, നീ എന്ത് ചോദിച്ചാലും തരുമെന്നാണ് അമാലിയോട് ഈശോ പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഇതേ രീതിയിൽ നിങ്ങളും ചോദിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കിടപ്പില്ലേ? പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ, അനുദിന ജീവിതത്തിൽ കടബാധിതരുടെ മേൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണും പൂട്ടി നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് ഒരുങ്ങിയ ശേഷം പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തക്കണ്ണീർ ജപമാല ഒന്ന് ഒരുക്കത്തോടെ ഒന്ന് നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് നിങ്ങളുടെ ഭവനത്തിലിരുന്ന് ആ മാതാവിൻ്റെ ഈശോയുടെ മുന്നിൽ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ട് ആ നിയോഗം ഈശോയ്ക്ക് എങ്ങനെ സമർപ്പിക്കണം? അമ്മയുടെ രക്തക്കണ്ണീർ യോതിയിൽ ഈശോയ്ക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ആ പേപ്പർ ഒന്ന് സമർപ്പിച്ചിട്ട് ഒരു മിനിമം ഒരു 7 രക്തക്കണ്ണീർ ജപമാല ഒന്ന് ചൊല്ലി തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ കടബാധിതരുടെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ അനേക ധ്യാനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് പോയപ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, തലേ ധ്യാനം കൂടിയപ്പോൾ ഇതുപോലെ കേട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഈ കടബാധ്യതമേൽ 25,000 രൂപ കടബാധ്യത എടുത്ത് മാറ്റി 5,000 രൂപയുടെ കടബാധ്യത ഞങ്ങൾക്ക് മാറ്റി തന്നു. പല പിള്ളേരെ ലോൺ അടയ്ക്കാനും അനേകം അനുഭവ സാക്ഷ്യങ്ങൾ ഈ ശുശ്രൂഷകളിൽ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അപ്പം കടബാധിതയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ കണ്ണും പൂട്ടി പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീമാല ചൊല്ലി തുടങ്ങിക്കോ. നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ കടബാധ്യത എടുത്തു മാറ്റി ഈശോ വഴികൾ തുറന്നു തരാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനയല്ല, അനുദിന ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, കർത്താവ് അതിനകത്ത് അത്ഭുതമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ആവേ മരിയ. പോരാ, ശക്തി പോരാ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നീ ഏത് മാതാവാണ് നമുക്ക് രക്തക്കണ്ണീർ ഒഴുക്കിയെന്ന് നമുക്കറിയാം കേട്ടോ. നമുക്ക് റോസാമിസ്റ്റിക മാതാവാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത ശേഷം അമാലിയ ശക്തമായിട്ട് ആ കുടുംബത്തിന് ദാരിദ്ര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ രോഗാവസ്ഥ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ആ കുടുംബത്തിൽ മാരകമായ രോഗം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു, ക്യാൻസർ പോലെ വൈദ്യശാസ്ത്ര ഉപേക്ഷിച്ച രോഗമാണെന്ന് കൂട്ടിക്കോ. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാരകമായ രോഗാവസ്ഥയിൽ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ നമ്മുടെ രക്തക്കണ്ണീമാല ചൊല്ലി പ്രാർത്ഥിച്ചു, അത്ഭുതകരമായി സമയ്ക്കും. റോസാമിസ്റ്റിക് ഇത് മിസ്റ്റിക്കില്ല, അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി, ആ കുടുംബനാഥയ്ക്ക് വേണ്ടിയും ആ ദാരിദ്ര്യാവസ്ഥ മാറാൻ വേണ്ടി അമാലിയ പ്രാർത്ഥിച്ചു തുടങ്ങി. മുന്നോട്ട് പോയപ്പോൾ കണ്ടത് പ്രിയപ്പെട്ടവരെ, ആ മാരകമായ രോഗം ബാധിച്ച ആ സഹോദരി അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും ആ കുടുംബം ദാരിദ്ര്യത്തിൽ നിന്ന് മാറി എല്ലാവിധ സമ്പന്നതയിലേക്ക് കടന്നു വന്നുവെന്നാണ് ഇതിന്റെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുണ്ടെങ്കിൽ, രോഗത്താലോ കടബാധിതരാലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ, നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോ ഉണ്ടെങ്കിൽ, കണ്ണും പൊട്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീമാല ചൊല്ലി പ്രാർത്ഥിച്ചു, വലിയ അത്ഭുതങ്ങൾ ഈശോ ചെയ്യും. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടുള്ള മാതൃസ്നേഹത്തിൽ പറഞ്ഞേ ആവേ മരിയ. ഒന്നുകൂടെ പറഞ്ഞേ ആവേ മരിയ. അപ്പൊ ധൈര്യമായിട്ട് ചെല്ലുക, ശക്തമായിട്ട് ഇടപെടും. ഹല്ലേലൂയ. റോസാമിസ്റ്റിക മാതാവിന്റെ പ്രത്യക്ഷം നമുക്കറിയാം. ഇറ്റലിയിലെ മോണ്ടി ക്യാരി എന്ന സ്ഥലത്ത് 1947 മുതൽ 76 വരെ പല പ്രാവശ്യം റോസാമിസ്റ്റിക എന്ന നാമത്തിൽ പീറീന ഗിലി എന്ന സാധാരണ അൽമായ സഹോദരിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് നെഞ്ചിലെന്താ 3 പുഷ്പങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെട്ട് ആ 3 പൂവ് എന്താ സൂചിപ്പിക്കുന്നത്? വെള്ള പൂവ് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. റെഡ് പൂവ് എന്താ പരിത്യാഗത്തെ സൂചിപ്പിക്കുന്നു. ആ ഗോൾഡൻ പൂവ് എന്താ സൂചിപ്പിക്കുന്നത്? അത് പരിഹാരത്തെ
സൂചിപ്പിക്കുന്നു. അതായത് പ്രാർത്ഥന ഇങ്ങനെ പരിത്യാഗത്തോടെ, ത്യാഗത്തോടെ, പരിഹാരത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് അമ്മ നമ്മെ ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അനേക മക്കൾ മുട്ടയിൽ നിന്നുകൊണ്ട്, മിറ്റിലിൽ നിന്നുകൊണ്ടൊക്കെ ഈ പ്രാർത്ഥന ത്യാഗത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. വലിയ അത്ഭുതങ്ങൾ ഈശോ അവരുടെ ജീവിതത്തിൽ ചെയ്യാറുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ റോസാമിസ്റ്റിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷത്തിൽ പറഞ്ഞ സഭയുടെ നവീകരണവും വിശദീകരണവും കൂടാതെ നമ്മുടെ ഓരോരുത്തരും വിശദീകരണവും ഇതിൽ നിന്ന് അർഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഇനി പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, ഇത് ചെല്ലുന്നവരെന്നും പ്രചരിപ്പിക്കുന്നവരെന്നും സാത്താൻ്റെ എല്ലാ കെട്ടുകളും പരാജയപ്പെടും. ഒന്നതാണ്, ഇത് ചെല്ലുന്നവരെന്നും പ്രചരിപ്പിക്കുന്നവരെന്നും സാത്താൻ്റെ എല്ലാ കെട്ടുകളും പരാജയപ്പെടും. ഒരു കുടുംബത്തിലിരുന്ന് ഒരു വ്യക്തി ചെല്ലാൻ തുടങ്ങിയാൽ അവരുടെ കുടുംബത്തിലെ കെട്ടുകൾ അഴിയപ്പെടും. ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തി ആ സ്ഥാപനത്തിൽ നിന്ന് ചെല്ലാൻ തുടങ്ങിയാൽ ആ സ്ഥാപനത്തിൻ്റെ കെട്ടുകൾ അഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്ന് ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവിടുത്തെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബം വിശുദ്ധിയിലേക്ക് കടന്നു വരും. തിന്മയിൽ നകന്ന് നന്മയിൽ ജീവിക്കുവാനുള്ള കൃപ ഈശോ നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കണം മക്കളെ. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണിന്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധിയിൽ നിറയാനും നമ്മുടെ കുടുംബം വിശുദ്ധിയിൽ പെടാനും ഈശോയോട് കൂടുതൽ ചേരാനുമായിട്ട് ദൈവം നമുക്ക് ഇടവരും. ഹല്ലേലൂയ, ഇടവരുത്തും. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണിജമാല. ഹല്ലേലൂയ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സ്വർഗം തുറക്കുന്ന പാസ്വേഡാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണിജമാല. ഒരു മൊബൈലിൽ നമ്മൾ ലോക്ക് ഇട്ടു, ആ ലോക്ക് ഞാൻ ഇട്ടതാണെങ്കിൽ ആ ലോക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ മറ്റാർക്കും തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തുറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്വർഗം തുറക്കുന്ന പാസ്വേഡാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണിജമാല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സ്വർഗത്തിലേക്കുള്ള കോണിപ്പടിയാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണിജമാല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശയ്യാ പ്രവചന പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടക്കിയോ, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആർക്കും അടയ്ക്കാനാകാത്ത കർത്താവ് വാതിൽ തുറന്നു വരാൻ പോവാ. ഇത് വിശ്വസിക്കുന്നവരൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് 3:8 വചനം ഇപ്രകാരം പറയുന്നു: ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ യേശു ക്രിസ്തു സ്ഥാപിച്ചു. എന്താ പറഞ്ഞേ? ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ യേശു ക്രിസ്തു സ്ഥാപിച്ചു. ഇത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവജനമേ, പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിൽ കാണുന്ന സകല ജനപദങ്ങളോട് പറയുകയാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇത് എപ്പോഴെല്ലാം കേൾക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഈശോ നേരിട്ട് കടന്നു വന്ന് കെട്ടുകളഴിക്കാൻ പോവാ. അതാണ്, അവൻ തുറന്നാൽ ആരും അടക്കിയോ, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. പ്രിയപ്പെട്ട, ഈശോ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഈശോ പറഞ്ഞു, ഇതാ വെളിപാട് 3:8 തന്നെ, എന്താ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ യേശു ക്രിസ്തു സ്ഥാപിച്ചു. ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വചനം നമ്മൾ ഉച്ചസ്വരത്തിൽ ഏറ്റു പറയാൻ പോവാ. ഈ വചനം ആമയം പറഞ്ഞ് ശക്തമായ സ്വരത്തിൽ ഏറ്റു പറയുന്നവരുടെ ജീവിതത്തിൽ ഈ വചനം നിങ്ങൾക്ക് മാംസം ധരിക്കാൻ പോവാ, വിടുതലായി കടന്നു വരാൻ പോവാ. ഒന്ന് ഏറ്റു പറഞ്ഞേ, ഇതാ എന്റെ മുമ്പിൽ. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇങ്ങനെ പറഞ്ഞാൽ പിശാചൊന്നും പോയില്ല. ഇതാ എന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ യേശു ക്രിസ്തു എനിക്കായി സ്ഥാപിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു, നന്ദി പറയുന്നു. ഒന്ന് സൂചിച്ചേ ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം കർത്താവേ കടന്നു വന്ന് ഈ മക്കളുടെ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 3:8 യേശയ്യാ 22:22 എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിഭാറി ഇഖാറമാലറിയ ഷിഭാറി പാലാബ റെസ് ഷഫീനമാല റെൻ ഷഖാലമാലറിയ ഷിബി റുഫാലമാലറിയ ഷീനി ബിഖാലബാറിയ അഴിയട്ടെ കെട്ട് ഷിഭാറ ബിഖാലബ ഷിബീനബറസിയബല ഷിഭാറബിയബ. കർത്താവ് കെട്ടുകൾ അഴിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി നന്ദി പറഞ്ഞാൽ മതി. നിങ്ങൾ ഓർക്കും, ഞാനൊന്നും കണ്ടില്ലല്ലോ, അഴിഞ്ഞതൊന്നും കണ്ടില്ലോ എന്ന് നോക്കണ്ട. ഈശോ അത് അഴിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി 10:8 വചനം ഇപ്രകാരം പറയുന്നു. ശ്രദ്ധിച്ചിരിക്കുക. നല്ല ഉറക്കം വന്നോനെ. ഇവന്റെ മുഖഷേപ്പ് ശരിയല്ലാത്തതിനാണോ ഉറങ്ങണേ? അത് എന്നെ അങ്ങോട്ട് വിളിക്കുവാണോ? താമസയാണത്തിനാണ് ഞാൻ അങ്ങോട്ട് വന്നേനെ കേട്ടോ. ഇതിവിടെ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
മത്തായി 10:8 വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന വചനം പറയുന്നത്. ഞാൻ അതിനകത്ത് മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റിങ് എടുക്കുക, ആ വചനഭാഗം എടുക്കുക. ഹല്ലേലൂയ. എന്നെ കർത്താവ് അങ്ങനെ ഉയർപ്പിച്ചതാ. ഹല്ലേലൂയ. എന്നെ കർത്താവ് അങ്ങനെ ഉയർപ്പിച്ചതാ. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നത് തന്നെ 2007 ഈ മാരകമായ രീതിയിൽ എലിപ്പനിയും ന്യൂമോണിയ ബാധിച്ച് സെപ്റ്റംബർ മാസത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUലായിരുന്ന സമയത്ത് അന്നത്തെ ഡയറക്ടറും പാലക്കാട് സീനായിൽ ബെന്നിയച്ചനായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തി അവിടെ പ്രേക്ഷിതയായിരുന്നു. അപ്പം ആൻറ്റി അവിടെ ചെന്നിട്ട് ധ്യാനമന്ത്രി ചെന്നിട്ട് അവിടെ സാരി മാതാവ് അവതരിക്കുന്നു, സാരി കുടിപ്പിച്ച് ഇവിടെ ഇരിക്കണം. ആൻറ്റി ചെന്നിട്ട് നേർച്ച നേർന്നു. ഞാൻ IC കിടക്കുമ്പം എൻ്റെ ചേച്ചിയുടെ മോൻ രക്ഷപ്പെട്ട് വരുവാണെങ്കിൽ ഞാൻ മാതാവിന് സാരി ഉറപ്പിച്ച് ഈ സീനായി ധ്യാനമന്ത്രി ധ്യാനം കുടിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞ് ആൻറ്റി ഒരു നേർച്ചയൊക്കെ നേർന്നിട്ട് ബെന്നിയച്ഛനെ ആ ആശ്രമത്തിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ ആൻറ്റി അവിടുത്തെ പ്രേക്ഷിതയായിരുന്നു. അപ്പോൾ അച്ഛൻ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ആ പെങ്ങള് ധൈര്യമായി IC പോയി കണ്ടു, അവൻ രക്ഷപ്പെട്ട് എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ എന്നെ കണ്ടിട്ടില്ല, ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. ഞാൻ എവിടെ കിടക്കുന്നു? IC കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചു. 2008 സെപ്റ്റംബർ മാസത്തിൽ കൃത്യം ഞാൻ ബെന്നിയച്ഛൻ്റെ മുന്നിൽ തന്നെ ചെന്ന് പെട്ടു. ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ധ്യാനം കൂടാൻ പോയതറിയാവോ? എനിക്ക് ഒട്ടേറെ രോഗപ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നമുണ്ട്. ഇതൊന്നും മാറുവാണെങ്കിൽ ഞാൻ ഇടുക്കി ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പെയിന്റിംഗ് വിഭാഗത്തിലെ കോൺട്രാക്ടറാ. എനിക്ക് പണിക്ക് പോകാമെന്നോർത്ത് മാത്രം ധ്യാനം കൂടാൻ വന്ന ഈ നേർച്ച നടത്താൻ വേണ്ടി മാത്രം 1 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞാൻ പാലക്കാട് സീനായിൽ ബെന്നിയച്ഛൻ്റെ ധ്യാനത്തിൽ ചെന്ന് പ്രിയപ്പെട്ടവരെ എന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ എന്നെ അത്ഭുതമായി സ്പർശിച്ചു. ഇന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് കർത്താവ് ആ മരണക്കിടക്കയിൽ നിന്ന് പിടിച്ചേൽപ്പിച്ചെന്നറിയോ? 10 ദിവസം IC കിടന്നു. അവിടുന്ന് പിടിച്ചേൽപ്പിച്ച് എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. പുറപ്പാട് 9:16 കർത്താവിന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും കർത്താവിന്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് കർത്താവ് എന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, മരിച്ചുവെന്ന് വൈദ്യശാസ്ത്രം എഴുതിയ സമയത്ത് കർത്താവിന്റെ അത്ഭുത കരം ഞാൻ കണ്ടാണ്. എന്നെ കരം പിടിച്ചാണ് അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വന്നത്. പിന്നീട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ വചനം മത്തായി 10:8 മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് ഈശോ തന്നപ്പോൾ എനിക്ക് തന്നൊരു ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു പോയിന്റാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന അനേക മക്കളും മരിച്ചവരാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ഞാൻ മുഖത്ത് പറയും, നിങ്ങൾ അനേക മക്കൾ മരിച്ചവരാ. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മക്കളായിക്കോട്ടെ, എപ്പോഴെല്ലാം കേൾക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരാട്ടെ, മരിച്ചവരാണ് അനേക മക്കൾ. എങ്ങനെയാണ് മരിച്ചതെന്ന് പറയാം. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കൈ ഉയർത്താവോ? പറ്റുമെങ്കിൽ കൈ ഉയർത്താവോ? മാനസിക അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ. 1. 2, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈവയ്ക്കുക. ഓ ദൈവമേ, ഈ പൊക്കാത്ത ആരും തന്നെ ഇല്ല. ഇനി അടുത്തത്, ശാരീരികമായ രോഗം മൂലം തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കൈവയ്ക്കുക. ദൈവമേ, ഇനി പൊക്കാത്താരുമില്ല. ഇതിന്റെ അർത്ഥം അറിയോ? മാനസികമായ രോഗങ്ങൾ, അസ്വസ്ഥത മൂലം, രോഗമല്ല അസ്വസ്ഥത മൂലം തളർന്നിരിക്കുന്നവര് മാനസികമായി മരിച്ചവരാ. എന്നാൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവരെങ്ങനെയാ? അവരാത്മീയമായും മരിച്ചിരിക്കുക. ശാരീരികമായ രോഗം മൂലം തളർന്നിരിക്കുന്നവരോ ശാരീരികമായും മരിച്ചിരിക്കുന്നവരോ. അപ്പൊ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ഏതൊക്കെ മേഖലയിലാണ് മരിച്ചിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ ഇങ്ങനെ വെള്ള ഷർട്ടും അല്ലെങ്കിൽ നല്ല ചുരിദാറും ഇട്ട് ഇങ്ങനെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർ പോകുന്നുണ്ടെങ്കിലും അവരുടെ മനോഭാവം, കാഴ്ചപ്പാട് എതിരെയാ പോണേന്ന് അറിയത്തില്ല. അവർ സത്യത്തിൽ മരിച്ചു തന്നെയായിരിക്കണേ. ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മരണത്തിന് തുല്യ അവസ്ഥയിലൂടെയാണ് അനേക മക്കൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, അങ്ങനെയുള്ളവരെ ഉയർപ്പിക്കാനടാ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചത്. തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച പോലെ കർത്താവ് എന്നെ ഉയർപ്പിച്ചെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകല മക്കളും, ലോകമെമ്പാടും സോഷ്യൽ മീഡിയ കാണുന്ന മക്കളും, നിങ്ങൾ വിശ്വസിച്ചോ? മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇന്ന് കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തു തന്നെയായാലും, ഏത് സാഹചര്യത്തിൽ കടന്നു പോകുന്ന കാര്യം, ദൈവത്തിന്റെ അത്ഭുതകരമായ കരം പ്രവർത്തിക്കും. കർത്താവിന്റെ അത്ഭുതകരം നിങ്ങളുടെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ അങ്ങയുടെ കരബലം പ്രകടമാകണമെന്ന്. ഇവിടെ ഈ വചനത്തെ യോഗ്യ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമൂഹത്തിലും ലോകമെമ്പാടും കണ്ടുവരുന്ന സകല മക്കളുടെയും ജീവിതത്തിൽ കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ വിലയേറിയ രക്തക്കണ്ണീരിന്റെ യോഗ്യതയിൽ നിങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് അത് സാധ്യമായി കടന്നു വരും. ലൂക്ക 18:27 വചനം പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. മനുഷ്യന് അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അതിശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധമ്മയുടെ രക്തക്കണ്ണീർ ജപമാല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ പരിശുദ്ധമായ രക്തകണിമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മാനസികമായ മേഖല ഉണർവ് ലഭിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥന മേഖല ആത്മാവ് ഉണരാൻ തുടങ്ങും. ശരീരത്തെ രോഗം വിട്ടുപാടാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈവയ്ക്ക്. വിടുതൽ വേണമെന്ന് എല്ലാവർക്കും വേണം. സത്യമായ കാര്യം, എല്ലാവർക്കും വേണം. അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണിമാല നിങ്ങൾ കൂടുതൽ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് കർത്താവ് വിടുതൽ നൽകും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ വിടുതൽ ശുശ്രൂഷ ചെയ്യുന്ന മക്കളോ, വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളോ, കൗൺസിലേഴ്സോ, വചനപ്രഘോഷകരോ, വൈദികരോ ആര് തന്നെയായാലും പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണിമാല ചൊല്ലിയിട്ട് സ്റ്റേജിലെ ശുശ്രൂഷയ്ക്ക് വന്ന് നോക്ക്, കൗൺസിലിംഗ് പോയി നോക്ക്, വചനം പ്രഘോഷിക്കാൻ പോയി നോക്ക്. അവിടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സ്വർഗീയ തീ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലപ്പുഴ IMS വെച്ച് നടക്കുന്ന ഓരോ ധ്യാനങ്ങളിലും ഇത് കണ്ടുകൊണ്ട് ദൈവജനം അത്ഭുതപ്പെട്ടും ഭയന്നും പോകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന മക്കളൊക്കെ കസേരകൾ ഒടിച്ചു പറിക്കാൻ പോകുന്നത്. പലർക്കും പേടിയാ വരാൻ പോലും. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത ശക്തിയാണ് പ്രകടമാകുന്നത്. ഹല്ലേലൂയ. ഇതെന്താ തെറ്റുപറ്റുന്നറിയോ? മർക്കോസ് 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. ദൈവവചനത്തെക്കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചോ നമുക്ക് തിരിച്ചറിയില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും സാത്താൻ പ്രത്യേകം ഹൈടെക് വിദ്യ ഉപയോഗിച്ച് കൊടുക്കിയിരിക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശക്തമായ രക്തകണിമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരാകും. കെട്ടുകൾ അഴിയും. ആത്മീയ സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. കുടുംബത്തിൽ തലമുറയിലെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കും. മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്തൊരു കാര്യം, ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ നേരിടാനുള്ള കൃപ ലഭിക്കുകയും തൻ്റെ പുത്രനിലുള്ള രക്ഷ അമ്മ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അമ്മ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ജീവിതത്തിൽ സഹനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ ഒന്ന് കഴിക്കുകയും സഹനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഞാൻ കൈവയ്ക്കും. ഓക്കെ, ഒത്തിരി വേണ്ട. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ കടന്നു വരുന്നുണ്ട്, പേടിക്കണ്ട. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ജനിച്ചാൽ മരിക്കുവോ? മരിക്കുവോ? ഉറപ്പാ. എന്നാൽ ഈ ഭൂമിയിൽ മരിക്കണതിന് മുമ്പം സഹനോ ഉറപ്പാ. ഹല്ലേലൂയ. മാതാവിന്റെ രക്തകണിമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ നിങ്ങൾക്ക് നേരിടുവാനുള്ള കൃപ ലഭിക്കുകയും തൻ്റെ പുത്രനോടുള്ള രക്ഷ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഞാനൊരു 5 മിനിറ്റ്, അധികം സമയമില്ല, ഇത് 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുന്ന വിഷയമാണ്. ഹല്ലേലൂയ. മാതാവിന്റെ രക്തകണിമാല ചെല്ലാനായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് സമയം വരെ ഞാൻ വിനീഷിൻ്റെ കൂടെ ഇവിടെ ഫുൾ ടൈം ശുശ്രൂഷകളായിട്ട് നടക്കുകയായിരുന്നു. ഈ 2 ധ്യാനങ്ങളിലും പങ്കെടുത്ത് ശുശ്രൂഷ ചെയ്ത് വരികയായിരുന്നു. കോവിഡ് വന്നപ്പോൾ വീട്ടിൽ അടച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വഴിയുമില്ല, സാമ്പത്തികം ഒരു വഴിയില്ല. ഭാര്യയുണ്ട്, 5 മക്കളുണ്ട്. അതിൽ 4 മക്കൾ എൻ്റെ കൂടെയുണ്ട്. 3ാമത്തെ കുഞ്ഞ് 5ാം മാസത്തിലുണ്ടായി, അമല ആശുപത്രി മരിച്ചു. അങ്ങനെ 4 മക്കൾ എൻ്റെ കൂടെയുണ്ട്. മൂത്തത് മോനാണ് ജോയൽ, അവന് 4 വയസ്സായി. 2ാമത്തത് മോളാണ്, അവള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 3ാമതുണ്ടായ കൊച്ചാണ് 5ാം മാസത്തിലുണ്ടായി, അബോഷായി മരിച്ചുപോയി. അതിൻ്റെ പേരിട്ടിരുന്നു കൊച്ചു ബെനഡിക്റ്റ്. ബെനഡിക്റ്റ് പുണ്യാൾ ബെനഡിക്റ്റ്. ഈ കുഞ്ഞൊക്കെ മരിച്ച ശേഷമാണ് കർത്താവ് ശക്തമായി കൃപ തന്നത് തന്നെ ശുശ്രൂഷയ്ക്ക്. ഹല്ലേലൂയ. അടുത്തത് 4ാമത്തെ കുഞ്ഞാണ് മരിയ, അവൾ 3 വയസ്സ് കഴിഞ്ഞു. അടുത്തത് 5ാമത്തെ കുഞ്ഞാണ്, 5ാമത്തെ കുഞ്ഞിന്റെ പേരാണ് മിഖായേൽ. ഈ കുഞ്ഞ് ജനിച്ച ശേഷം ഈശോ പറഞ്ഞു, നീ ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട, ശക്തമായി മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കളിലൂടെയുള്ള ദൈവാനുഗ്രഹം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മൾ മക്കളെ 2 കൈ നീട്ടി സ്വീകരിക്കുക. മക്കളിലൂടെ വലിയ സ്വർഗത്തിന് കൃപ കടന്നു വരും. ഹല്ലേലൂയ. എന്താണ് ചെല്ലാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയാം. ഒരു പൈസയുടെ വരുമാന മാർഗവും ഇല്ല. നമ്മൾ പാലൊക്കെ എല്ലാ മാസവും മേടിക്കുന്നുണ്ട്. പാല് കാരണം കൊറോണയാ, പൈസയില്ലെന്ന് പറയാൻ പറ്റുമോ? മിണ്ടാൻ പറ്റത്തില്ല, കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ വളരെ സങ്കടത്തോടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിനേറ്റ് ജുമാലി ചെല്ലുമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത്, പാലക്കാടുള്ള, ഞാൻ സീനായി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട ചാൾസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഇതുപോലെ റോസാം ശ്രീമാതാവിനെ ഫ്രെയിം ചെയ്തൊരു ചിത്രം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞാനോട് ചേർന്നാണ് ഇപ്പം ആലപ്പുഴ IMS സ്വർഗീയ പക്ഷേ ഞാൻ നടത്തുന്നത്. അപ്പം ഈ ചിത്രം എനിക്ക് തന്നു. ഞാൻ ആ ഫ്രെയിം ചെയ്ത ചിത്രത്തെ ഇങ്ങനെ രാവിലെ നോക്കി ജപമാല എടുത്ത് ഇങ്ങനെ സങ്കടത്തോടെ 53 ജപമാല എടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ അമ്മ ചോദിച്ചു, ഇനി എങ്ങനെ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, സങ്കടമായി. അങ്ങനെ മാതാവ് ചോദിച്ചു. മാതാവ് പറഞ്ഞു, മോനെ നീ ഒരു രക്തകണിമാല കെട്ടി ചെല്ലാൻ തുടങ്ങാൻ പറഞ്ഞു. എൻ്റെ വൈഫ് നന്നായി ജപമാല കെട്ടുമായിരുന്നു. വൈഫിന് ഇവിടെ ധ്യാനം കൂടിയപ്പം കൗൺസിലിംഗ് സമയത്ത് ഇതുപോലുള്ള ക്രിസ്റ്റൽ മുത്തുകളിട്ട് ജപമാല കെട്ടാനുള്ള കൃപ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ജപമാല കെട്ടാനുള്ള കൃപ വൈഫിന് കിട്ടിയത് തന്നെ. അങ്ങനെ 53 ജപമാല കെട്ടി ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, നിന്നോട് ഒരു രക്തകണിമാല കെട്ട് എന്നോട് ചെല്ലാനായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്, നീ ഒരു രക്തകണിമാല കെട്ടാനായിട്ട് പറഞ്ഞു.
ഉടനെ ഇനി പറഞ്ഞ കാര്യം ഞാൻ പതുക്കെ പറയുള്ളൂ, നിങ്ങൾ പുറത്ത് ആരോടും പറഞ്ഞേക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഉടനെ ഭാര്യ പറഞ്ഞു, ഉള്ള ജപമാലയൊക്കെ ചെല്ലിയാൽ മതി. ഇപ്പം എല്ലാ ജപമാലയും കിട്ടിയാൽ ഇപ്പം നിങ്ങൾ ചെല്ലുമെന്ന് ആരോടും പറഞ്ഞേക്കല്ല കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ള ജപമാലയൊക്കെ കിട്ടിയാൽ ഇപ്പോൾ ചെല്ലുമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതാവ് നല്ല സന്ദേശം അവക്കും കൊടുക്കുന്ന. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറയാ, നമുക്ക് 2 രക്തക്കണിമാല കെട്ടി ചെല്ലാൻ തുറക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2 രക്തക്കണിമാല കെട്ടി ഞങ്ങൾ ഒരുമിച്ച് ചെല്ലാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ ചില ഗുസ്തിയൊക്കെ, കല്യാണത്തിന് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചപ്പോൾ ഗുസ്തിക്ക് തയ്യാറാന്നാ പറഞ്ഞെന്ന് പറഞ്ഞേ. ഗുസ്തി തുടങ്ങി. അപ്പോൾ കാര്യം മനസ്സിലായി, ഇത് നമുക്ക് പറ്റിയ പ്രാർത്ഥനയല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൂടുതലായിട്ട് 50 രക്തക്കണിമാല ചെല്ലാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ചെല്ലിയപ്പം വീട്ടിൽ നല്ല മാറ്റം വന്നു തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ എന്നോട് വീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ കൂടി തരുമ്പം ഒരു 100 രക്തക്കണിമാല ചെല്ലും, 100 രക്തക്കണിന് ജമാല വിധ കുടുംബത്തിൽ ഓരോരുത്തർക്കും വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ വലിയ മാറ്റം വരാൻ തുടങ്ങി. കോവിഡ് കാലഘട്ടത്തിൽ കർത്താവ് എനിക്ക് ഉറക്കം തന്നിട്ടില്ല. അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് 8 മാസക്കാലം ഒരു ദിവസം വെളുപ്പിന് 2 മണിക്ക് കയറ്റി ചെല്ലാൻ തുടങ്ങും. വെളുപ്പിന് 7 മണിയാകുമ്പോഴത്തേനും 100-160 രക്തക്കണിന് ജമാല ചെല്ലും. അങ്ങനെ ചെല്ലിയ ശേഷം തന്ന ഗുണങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു പാലിൻ്റെ പൈസ 1000-1500 കൊടുത്താൽ മതി. ഇങ്ങനെ ഈ പാലിൻ്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെല്ലാൻ തുടങ്ങിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ കടബാധ്യത കർത്താവ് കെട്ടഴിച്ച് എനിക്ക് സാമ്പത്തികമായ കർത്താവ് സമൃദ്ധി നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ വെറുതെ പറഞ്ഞല്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി. അനേകരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കയറി കാണാൻ പറ്റും. ഇഷ്ടംപോലെ സാക്ഷികൾ ഞാൻ റൂഹ മരിയ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിലേക്ക് പങ്കുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ സ്പിരിച്വൽ ഫാദർ സജീവ് പട്ടക്കുടി അച്ഛനാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ പിന്നീട് കയറി കാണുക. ഹല്ലേലൂയ. അധികം സമയം ഇവിടെ ഇല്ലതാനും. ഹല്ലേലൂയ. കൂടുതൽ ദൈവാനുഭവങ്ങൾ നിറയുന്ന അനേക വ്യക്തികൾ സാക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി ചെല്ലാൻ തുടങ്ങിയപ്പോൾ വലിയ മാറ്റം വരാൻ തുടങ്ങി. കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, അതുപോലെ ഞാൻ ആ സമയത്ത് പറഞ്ഞു ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി എനിക്ക് പേരെടുത്ത് പറഞ്ഞു. ബെന്നീശ്വരക്ക് വേണ്ടി അന്ന് 100 രക്തക്കണിമാല ഒറ്റ ദിവസം കൊണ്ട് ചെല്ലാനായിട്ട് എനിക്ക് വേണ്ടി പറഞ്ഞു. അച്ഛനെ വിളിച്ച് പറഞ്ഞു. ഞാൻ ചെല്ലി. അനേക സഭയ്ക്കും, ഇന്ന് ഭൂമിയിൽ ജനിച്ചവർക്കും ഇനി ജനിക്കാനിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് പോലും ശക്തമായ രീതിയിൽ അന്ന് പരിശുദ്ധ അമ്മയുടെ രക്തകണിമാല ഓരോ ദിവസം എന്നെ ഇരുന്ന് ചെല്ലിച്ചു. ഇവിടെ അന്ന് കിട്ടിയൊരു അഭിഷേകമുണ്ട്. ഞാൻ ഓർക്കുവാണ്, ഇത് ചെല്ലിയ ശേഷം പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ വരദാന ഫലങ്ങൾ കണ്ട് നിറഞ്ഞ് തീയായി, തീ കാറ്റായി, തീ ജ്വാലയായി കത്തിപ്പടരും. അമ്മയുടെ രക്തകണിമാല ചെല്ലുന്ന വ്യക്തികളിൽ കൃപാവരങ്ങൾ ഉജ്ജ്വലിക്കും. അവരൊരു തീയായി, തീ കാറ്റായി, തീ ജ്വാലയായി കത്തിപ്പെടുന്ന ദൈവാനുഭവം ഉണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിലപ്പോൾ എനിക്ക് ആവേശം കൂടി. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് സീരജ് എന്നൊരു സഹോദരൻ, അജ്മൻ ദുബായ് ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രാർത്ഥനാ സഹായമായിട്ട് വൈഫിൻ്റെ വീടിന് പണ്ട് താമസിച്ച അടുത്തുള്ള സ്ഥലത്ത് നിന്ന് സഹോദരനായിരുന്നു. വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. കൂടെയുള്ളൊരു സഹോദരൻ കോവിഡ് നിന്ന് മരിച്ചു. അദ്ദേഹം ജോലി നിർത്തി വരാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ചെല്ലാം, നിയമം തരാൻ പറഞ്ഞു. ഒരു 100 രക്തകണിമാല ചൊല്ലി അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് ഫോണിക്കടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ തുടങ്ങി. അദ്ദേഹം ആ ജോലി തുടരാൻ തുടങ്ങി. അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. അദ്ദേഹവും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു വീഡിയോ ബ്രദർ വല്ല യൂട്യൂബിലോ വല്ല ഒരു സ്റ്റുഡിയോ പോയി എടുത്ത് ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ രീതി ഞാൻ ഈ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ വന്ന് ഈ പ്രോഗ്രാം ചെയ്ത് 5 മിനിറ്റ് വീഡിയോ ഈ യൂട്യൂബ് ചാനൽ റൂഹ മരിയ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന ചാനലിലൂടെ ഞാൻ കൊടുത്തു. അനേക മക്കൾ വൈറലായി ഈ പ്രോഗ്രാം. ലക്ഷക്കണക്കിന് ആൾക്കാരെ ലോകത്തിൻ്റെ വിവിധ ദിക്കിൽ കണ്ട് എന്നോട് ജമാല ചോദിച്ച് വിളിക്കാൻ തുടങ്ങി. എനിക്കിവിടെ ജമാലയൊന്നുമില്ല, രക്തകണിമാല കെട്ടി തുടങ്ങിയിട്ടില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഈ ജമാലയൊക്കെ, ക്രിസ്തൽ ജമാലയൊക്കെ കട്ട് ചെയ്തിട്ട് രക്തകണിമാല കെട്ടി ലോകരാജ്യങ്ങൾ അയച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇന്ത്യയെ ചെല്ലുന്നതൊക്കെ കൂടുതൽ അനേകം ലോകരാജ്യങ്ങളാണ് പരിശുദ്ധ നമ്മുടെ രക്തകണിമാല ചെല്ലാനായിട്ട് അമ്മ കൊടുക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നൽകുന്ന പ്രാർത്ഥനയാണ്. അന്ധകാരത്തിൽ കിടക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന അതിശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ ജമാല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ അതിനെ ഒരു ഇഞ്ചക്ഷനെയും ഗുളികയോട് കൂടി ഉപയോഗിക്കാം. ഇഞ്ചക്ഷനെയും ഒരു ഗുളികയും എടുക്കാം. ഒരു ഇഞ്ചക്ഷനും ഗുളിക എടുക്കാം. എന്താണ് ഗുളികയാണ് പെട്ടെന്ന് പ്രവർത്തിക്കുന്ന, ഇഞ്ചക്ഷൻ ആണോ? ഗുളികയുടെ കൂടെ ഒരു ഇഞ്ചക്ഷൻ എടുത്താലോ പെട്ടെന്ന് പോകും. പ്രിയപ്പെട്ട രക്തകണ്ണീർ ജമാല ഒരു ഇഞ്ചക്ഷൻ പോലെയാണ്. പെട്ടെന്ന് ആ വ്യക്തിക്ക് വിടുതൽ ലഭിക്കാനായിട്ട് ഇടവരുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനിവിടെ എടുത്ത വിഷയം പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ ജമാലയാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളോട് 53 ജമാല ചെല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കരണക്കൊന്ത ചെല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല. കുരിശിൻ്റെ വഴി ചെല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥന എല്ലാം ചെല്ലുക. അതിൻ്റെ കൂടെ ഈ കാലഘട്ടത്തിൻ്റെ ശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ ജമാലയുടെ ചേർത്ത് ചെല്ലാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ഇഞ്ചക്ഷൻ പോലെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ അന്ധകാരത്തിന് തടവരെ കിടക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന അതിമനോഹരമായ വജ്ര ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ ജമാല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ രക്തകണ്ണീർ ജമാല രോഗമുള്ള സ്ഥലത്ത്
പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഈ ജപമാല വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തലവണക്കടി വെച്ച് രാത്രി കിടന്നുറങ്ങിയ ആ സഹോദരിയുടെ ട്യൂമർ മാറിപ്പോയ അനുഭവം എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം സൗഖ്യങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ രക്തകണിമാല കയ്യിലിരിക്കുന്നത് പോലും ഒരു വിടുതലാണ്, അതൊരു സംരക്ഷണമാണ്, അതൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പകർച്ചവ്യാധിയിൽ നിന്നും പ്രകൃതി ദുരന്തത്തിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കും. പകർച്ചവ്യാധി വരികയായിരുന്നല്ല പറഞ്ഞ് അവിടുന്ന് നമ്മുടെ ജീവനെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കള്, വിജയത്തിന്റെ പതാകയാണ്, വിജയത്തിന്റെ കൊടിയാണ് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്താണ്? വിജയം ഉറപ്പാണ്. ഇതൊരു അത്ഭുത ജപമാലയാണ്. ഇതിനകത്ത് ഒത്തിരി രഹസ്യങ്ങൾ അടങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ ചൊല്ലി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ഒറ്റമൂലി പ്രാർത്ഥനയാണ്. എന്താണ്? നാടൻ ഭാഷയിൽ ഞാൻ പറയാം, ഇതൊരു ഒറ്റമൂലി പ്രാർത്ഥനയാണെന്ന്. ആദ്യം പറഞ്ഞു എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. എന്ന് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുകയാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, മാതാവിന്റെ രക്തകണിമാല ചെല്ലുന്ന വ്യക്തികൾ സംരക്ഷണം എടുക്കാതെ ഒരിക്കലും ചെല്ലരുത്. ഞാൻ കൊടുക്കുന്ന വ്യക്തികൾക്കൊക്കെ സംരക്ഷണ പ്രാർത്ഥന കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്കത് വേണ്ട. നിങ്ങൾ 91 സങ്കീർത്തനം ചൊല്ലി സംരക്ഷണം എടുക്കുക. മിഖായേൽ മാലയുടെ പ്രാർത്ഥന ചൊല്ലി സംരക്ഷണം മേടിക്കുക. എല്ലാ മേഖലയ്ക്കും നിങ്ങൾ ഈശോയുടെ തിരക്തത്തിന്റെയും മാതാവിന്റെ രക്തകണ്ണീരിന്റെയൊക്കെ സംരക്ഷണം മേടിക്കുക. 91 സങ്കീർത്തനം ചൊല്ലി മേടിക്കുക. മിഖായേൽ മാലയുടെ പ്രാർത്ഥന ചൊല്ലി മേടിക്കുക. ഇങ്ങനെ സംരക്ഷണം മേടിച്ച ശേഷം നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഒരു വെള്ള പേപ്പറെടുത്ത് എഴുതുക. എഴുതിയിട്ട് എങ്ങനെ സമർപ്പിക്കണം? അമ്മയുടെ രക്തക്കണ്ണിന് യോഗ്യതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ നിയോഗം ഈശോയ്ക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഉറങ്ങുവാണോ? ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര നിയോഗം വേണമെങ്കിലും എഴുതി വെക്കാം. ഹല്ലേലൂയ. അമ്മ ഓരോന്നും തക്ക സമയത്ത് ഈശോയുടെ മുന്നിൽ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് അതിന്റെ കാര്യങ്ങൾ നടത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും ആദ്യം പറയേണ്ടത് എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയണം. അതല്ലാതെ ലോകകാര്യങ്ങളല്ല ആദ്യം എഴുതണ്ടേ. എനിക്ക് ആത്മാവിൽ നിറയണം, എനിക്ക് ഈശോയുടെ കൂടി ആയിരിക്കണം, എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൂടെ ആയിരിക്കണം. അതിനു വേണ്ടി ആഗ്രഹിക്കണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങളിങ്ങനെ നിയോഗങ്ങൾ എഴുതി വെച്ച് അമ്മയുടെ രക്തകണ്ണീർ ജപമാല ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ മാതാവിനോ ആ പേപ്പർ ഒന്ന് സമർപ്പിക്കുക. നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങും. മിനിമം ഒരു 7 രക്തകണിമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങുക. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനം അനുസരിച്ച് നിങ്ങൾ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുക. വലിയ വിടുതൽ ഈ കാലഘട്ടത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അനേകം കാര്യങ്ങൾക്ക് ഉത്തരമായി കർത്താവ് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറഞ്ഞ ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയാണ്. ഇതൊരു അത്ഭുതകരമായ വിടുതൽ സ്വർഗത്തിലൂടെ നമുക്ക് കടത്തിക്കൊണ്ട് ഈ ജനത്തിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ നമ്മളെ ഇടവരുത്തും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് ദൈവമക്കളെ നയിക്കാൻ സ്വർഗം നമുക്ക് ഒരുക്കി തന്ന വജ്ര ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ രക്തകണ്ണീർ ജപമാല. ഹല്ലേലൂയ. കരങ്ങൾ വെച്ചിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്ന് എഴുന്നേറ്റിരിക്കാം. ഞാൻ 2 കാര്യങ്ങൾ പറയും, എന്നിട്ട് നമ്മൾ പാട്ട് പാടുകയുള്ളൂ. പാട്ടുകാരൻ ഞാൻ പറഞ്ഞിട്ട് പാട്ട് പാടുള്ളൂ. ഒന്ന്, രക്തകണ്ണീർ ജപമാല ചെല്ലാനായിട്ട് അനേക മക്കൾക്ക് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഒന്ന് കരങ്ങൾ എടുത്ത് സ്തുതിക്കുക. സ്തുതി കഴിഞ്ഞിട്ടേ പാട്ട് വരുള്ളൂ. സ്തുതി വരുന്നതിന്റെ പാട്ട്. ആദ്യം ആ ജപമാല ചെല്ലാനുള്ള തടസ്സം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ഒത്തിരി ഒരുങ്ങി വന്നതാണ്. നിങ്ങൾക്ക് ആ തടസ്സം മാറാൻ വേണ്ടി മാറും, എല്ലാവരും മാറും. നിങ്ങൾ സ്തുതിച്ചോ, ആഗ്രഹിച്ചോ, കരങ്ങൾ ഉയർത്തി പിടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ സമൂഹത്തിലെ ഓരോ മക്കളെ ഇതാ സമർപ്പിക്കുന്നു. ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കാണാൻ പോകുന്ന സകല മക്കളെയും ആരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ ദിക്കുകളും രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയായ പരിശുദ്ധമ്മയുടെ വിലയേറിയ രക്തകണ്ണീർ ചെല്ലുവാനുള്ള കൃപ ഓരോ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിന്റെ ഡയറക്ഷനായ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കനാൻ കൂടി അച്ഛനോട് ചേർന്നുകൊണ്ട് അച്ഛൻ്റെ പൗരോഹിത്യ അധികാരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈശോയെ തിരുസഭയുടെ എനിക്ക് നൽകിയ ആത്മീയ കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ രക്തകണ്ണീർ ചെല്ലിയത് വഴിയും പ്രചരിപ്പിച്ചത് വഴിയും അമ്മയിലൂടെ എനിക്ക് നൽകിയ എല്ലാവിധ കൃപാവരം ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിലുള്ള മക്കളിലൂടെയും ലോകമെമ്പാടും കണ്ടുകൊണ്ടിരുന്ന മക്കളെയും കാണാൻ പോകുന്ന സകല മക്കളുടെയും പരിശുദ്ധമ്മയുടെ രക്തകണ്ണീർ എല്ലാ തരത്തിലും യേശു നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് യേശുവിന്റെ തിരുക്കുരിശിലേക്ക് ആട്ടിപ്പാക്കുന്നു. അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ഓരോ മക്കളും ജീവിതത്തിൽ നടക്കട്ടെ, ഭവനങ്ങളിൽ നടക്കട്ടെ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഓരോരുത്തരും ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധമ്മയുടെ വിലയേറിയ രക്തകണ്ണീർ അഭിഷേകം ഈ സമൂഹത്തിൽ ഓരോ മക്കളും ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാട്ട് വരും. സ്തുതി വരട്ടെ. ആവേ മരിയ 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 പറഞ്ഞ് സ്തുതിച്ച് പരിശുദ്ധമായി കാണാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ആവേ മരിയ 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 പോരാ, ഈ സ്തുതി പോരാ. സ്തുതിക്കട്ടെ. ആവേ മരിയ 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 ആവേ മരിയ മരിയ മരിയ. അധരം തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. പോരാ, ശക്തിയോടെ ഇടിമുഴക്കത്തിന് സ്തുതിക്കട്ടെ. ശ്വാര ബാല 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 ഷീഖാര ബാലറിയ ഷീ ബര ബലറിയ.
പുതിയ അഭിഷേകം ഇറങ്ങട്ടെ. ഈ ബാര ശക്കാല ബാര, ഈ കാലഘട്ടത്തിൽ അഭിഷേകം ഗാഗുൽത്തായിൽ കത്തിപ്പടരട്ടെ, ലോകമെമ്പാടും കത്തിപ്പടരട്ടെ. ഷികാര ബാലാറിക്ക, ഷിബാര റിക്ക ബാലാറിയ, ഷിബാര ഖാല ബാലാറിയ, ഷിബാ നിഖാല ബാലാറിയ, ഷിബി റിഖാല ബാലാറിയ, ഷിയ ബാര റിയ 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 ശാല മാല റിയ റിയ ബാല ഷിയ ബാര റിയ. അഭിഷേകത്തിന് തീ ഇറങ്ങട്ടെ, ഈ കാലഘട്ടത്തിന് തീ ഇറങ്ങട്ടെ. ഇവിടെയുള്ള സകല ശുശ്രൂഷകളിൽ വ്യാപരിക്കട്ടെ. ഓ സ്വർഗീയ തീ വ്യാപരിക്കട്ടെ. ഷിബാന ബാര ഷിക്കാല ബാല റിയ റിയ റിയ, ലോക രാജ്യങ്ങളിൽ വ്യാപരിക്കട്ടെ. ഷിബാര ബാല ഷിക്കാ ബാര ഷിയ ബാര. കരങ്ങളടിച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് നാദേ നീ സൈന്യനിര പോലെ എന്നുള്ള മനോഹരമായ പാട്ട് നീ സൈന്യനിര ആടിപ്പാടട്ടെ. ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാമയും കരങ്ങളടിച്ച് ആടിപ്പാടട്ടെ. ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാദേ നീ സൈന്യനിര ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും. എല്ലാവരും ചെന്ന് പാടിയേ. ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാദേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. കാര്യങ്ങൾ ഉയർത്തിയടിച്ച നാദേ നീ സൈന്യനിര പോലെ ഭയങ്കരമാണ്. ഓ ശത്രു സൈന്യത്തെ തകർക്കാൻ പരിശുദ്ധ അമ്മ ഇതാ കടന്നു വരുന്നു. എല്ലാവരും കണ്ണുകളടച്ച് ആടിപ്പാടട്ടെ. നാരിക സർപ്പണ തലേ തറന്ന പരിശുദ്ധ അമ്മ കടന്നു വരട്ടെ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കേണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കേണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. കരകീർത്തി. നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ശക്തമായി സ്തുതിക്കട്ടെ. അവേ മരിയ, അവേ മരിയ എന്ന് പറഞ്ഞാൽ അവേ മരിയ 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 മരിയ, അവേ മരിയ 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 മരിയ, അവേ മരിയ. എല്ലാവരും വിളിച്ചോ, പരിശുദ്ധമായി വിളിച്ചോ. ശോഭാരി ശിഖാല ഷീബിൽ ഷീബിൽ റബാസ്കി. അവേ മരിയ 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 മരിയ, അവേ മരിയ 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 മരിയ, അവേ മരിയ മരിയ മരിയ. ലോകമെമ്പാടും പരിശുദ്ധ അമ്മയുടെ രക്തക്കണിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ മണിക്കൂറിൽ കടന്നുപോയപ്പോൾ തമ്പുരാൻ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഹൃദയത്തോട് ചേർത്ത് നന്ദി പറഞ്ഞിരുന്നേ. നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു. ഈശോയ്ക്ക് നന്ദി പറ. നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, 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 നന്ദി.